ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 4-നാണ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം ദുബായിലേക്ക് പുറപ്പെടുന്നത്. കുറച്ച് ടീമംഗങ്ങളൊക്കെ അവരവരുടെ നാട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. സഞ്ജു സാംസൺ, KCL കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജു സാംസൺ 4-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നാണ് ദുബായിലേക്ക് പുറപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ഡൽഹിയിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവിടെ നിന്നാണ് ടൂർണമെൻറ്റിന് മറ്റ് രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്നത്. ഇപ്പോൾ BCCI 4-ാം തീയതി ദുബായിൽ എത്തിച്ചേർന്നാൽ മതി എന്നാണ് ചില താരങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഏഷ്യ കപ്പിന് മുന്നോടിയായി സഞ്ജു സാംസൺ എന്തായാലും മികച്ചൊരു മുന്നൊരുക്കമായി KCL മാറി. 5 കളികളിലാണ് KCL അദ്ദേഹം പ്രതികരിച്ചത്. ആദ്യ കളിയിൽ 6-ാമനായി ബാറ്റിങ്ങിനിറങ്ങിയ സഞ്ജു സാംസണ് ശോഭിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് 4 കളികൾ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസൺ തകർപ്പൻ പെർഫോമൻസാണ് ഏഷ്യ കപ്പിന് മുന്നോടിയായി KCL കാഴ്ചവെച്ചത്. ആദ്യ കളിയിൽ 51 ബോളിൽ 121 റൺസ് എടുത്ത സഞ്ജു സാംസൺ രണ്ടാമത്തെ കളിയിൽ 46 ബോളിൽ 89 റൺസും, മൂന്നാമത്തെ കളിയിൽ 37 ബോളിൽ 62 റൺസും, കഴിഞ്ഞ കളിയിൽ 41 ബോളിൽ 83 റൺസ് എടുത്തും ഓപ്പണർ റോളിൽ താൻ എന്തുകൊണ്ടും ഫിറ്റാണെന്ന് BCCIക്ക് ഒരു സിഗ്നൽ നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് 237 ആയിരുന്നു ഒന്നാമത്തെ കളിയിൽ സെഞ്ചുറി നേടിയപ്പോൾ. രണ്ടാമത്തെ കളിയിൽ 193, മൂന്നാമത്തെ കളിയിൽ 167, ലാസ്റ്റ് 50-ൽ അദ്ദേഹം 202 സ്ട്രൈക്ക് റേറ്റുമാണ് ബാറ്റ് ചെയ്തത്. നിലവിൽ KCLലെ ടോപ്പ് 6 ഹിറ്റേഴ്സിൽ 1-ാം സ്ഥാനത്താണ് സഞ്ജു സാംസൺ. 30 6 5 ഇന്നിങ്സിലായി അദ്ദേഹം നേടിയത്. മൊത്തം 24 4കളും അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്, ഏഷ്യ കപ്പിൽ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിൽ ഇറങ്ങുമോ അതോ മറ്റേതെങ്കിലും പൊസിഷനിൽ ഇറങ്ങുമോ എന്ന്. എന്തായാലും 4-ാം തീയതി ദുബായിലേക്ക് പുറപ്പെടുന്ന സഞ്ജു സാംസൺ ഏഷ്യ കപ്പിൻ്റെ അന്തിമ 11-ൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് എല്ലാ മലയാളികളും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ബൈ ഫ്രണ്ട്സ്.